നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹം നമ്മളെ ചതിയിൽപ്പെടുത്തുന്ന ഒരു പ്രശ്നം. ഒരു തെറ്റ് ചെയ്യൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവൻ നഫ്സ് ചെയ്യുന്ന പരിപാടി എന്നാ, ആ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. ഉദാഹരണത്തിന് ഒരാൾ മൊബൈലിൽ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ നിരന്തരം ഹറാമ് കാണുന്നു, ചെറുപ്പക്കാർ അല്ലെങ്കിൽ പ്രായമുള്ള ആളാണെങ്കിൽ അയാൾ വെറുതെ കുറെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് കാലം നോക്കുന്നു. അയാൾക്ക് തോന്നി വേണ്ടല്ലേ ഈ യൂട്യൂബ് ഒന്നും വേണ്ട, ഇൻസ്റ്റഗ്രാം ഒന്നും വേണ്ട, അപ്പൊ തെറ്റൊക്കെ ഒന്ന് നിർത്തി റമദാനൊക്കെ അല്ലേ നന്നാവണം എന്ന് വിചാരിക്കുമ്പോൾ അവൻ നഫ്സ് തരുന്ന ഒരു ട്രിക്ക് എന്താ പറയുന്നത്, ചതി. ആ ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. ഉദാഹരണത്തിന്, അല്ല മോനെ നീ മൊബൈലിൽ യൂട്യൂബിൽ നിന്ന് സമയം കളയുമെന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് തന്നെ അൺഇൻസ്റ്റാൾ ആക്കുകയാണ്. അപ്പം പിന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ സമ്മേളനമൊക്കെ ഇങ്ങനെ ലൈവില് കാണല് മാത്രമല്ല, എത്ര ഓൺലൈൻ മജ്‌ലിസ് ഉണ്ട്, വയല് ഗാനം ഇപ്പുറത്തേക്ക് തള്ളിയാണ്. ആ കോളേജിൽ പഠിക്കുന്നു എന്നതുകൊണ്ട് നീ ഡിഗ്രിക്ക് അവിടെ പഠിക്കുന്നില്ല എന്നാണ്. അതിന്റെ ആവശ്യം ഓൾ ഇപ്പുറത്തേക്ക് കൂടി പോയിക്കൊണ്ട് നീ ഇപ്പുറത്തേക്ക് കൂടി പോകുന്ന പോലെ ആണോ? തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരത്താണ് അവൻ നഫ്സ് ചെയ്ത ഏറ്റവും വലിയ ചതി. അതിലാണ് മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും പെട്ടുപോകുന്നത്. അതുകൊണ്ടാണ് 100 ആളെ ഒന്നാളോട് ഇസ്ലാം കൊലപാതകം നിർത്തണം എന്നല്ല പറഞ്ഞത്, നീ ആ നാട്ടിൽ നിന്ന് പോകണമെന്ന്. കാരണം നീ ആ കോളേജിൽ ഉണ്ടായിരിക്കെ എന്തായാലും തെറ്റ്, നീ ആ നാടിന്റെ ആംബിയൻസ് അങ്ങനെയാണ്, നീ അവിടെ നിന്ന് പോകണം. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. അതാണ്